നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സര ചിത്രമായി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചു. തളിപ്പറമ്പിലെ കോൺഗ്രസ് വിമതൻ കൊയ്യം ജനാർദ്ദനൻ പത്രിക പിൻവലിച്ചില്ല. കുട്ടനാട്ടിലെ വിമത സ്ഥാനാർത്ഥിയായ സജി ജോസഫ് പത്രിക പിൻവലിച്ചത് UDF-ന് ആശ്വാസമായി. എലത്തൂരിൽ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി PK ശശീന്ദ്രന് ക്ലോക്ക് ചിഹ്നം അനുവദിക്കരുതെന്ന വാദം റിട്ടേണിംഗ് ഓഫീസർ അംഗീകരിച്ചില്ല. കഴിഞ്ഞ 3 തവണയും വിജയിച്ച AK ശശീന്ദ്രൻ ക്ലോക്ക് ചിഹ്നത്തിലാണ് മത്സരിച്ചിരുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF UDF സ്ഥാനാർത്ഥികളുടെ അപരന്മാർ പിന്മാറി. അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരന് തെങ്ങിൻ തോപ്പും ബേപ്പൂരിൽ PV അൻവറിന് ഗ്യാസ് സിലിണ്ടറുമാണ് ചിഹ്നം. ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസ്, തിരുവനന്തപുരത്ത് നിന്ന് VP സഫാൻ, കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ, കോഴിക്കോട് നിന്ന് KT ബീഷ് എന്നിവർ ചേരുകയാണ്. ആദ്യം ഫൈസൽ അസീസിലേക്ക് പോവുകയാണ്. ഫൈസൽ, ആലപ്പുഴയിൽ പ്രത്യേകിച്ച് നമ്മൾ ഉറ്റുനോക്കുന്നത് 2 മണ്ഡലം, ഒന്ന് കുട്ടനാട്, ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ തെങ്ങിൻതോപ്പാണ് G സുധാകരന് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ കുട്ടനാട്ടിലെ ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ സ്ഥാനാർത്ഥി പിൻവലിച്ചത് UDF-ന് വലിയ ആശ്വാസം നൽകുന്നതുമാണ്. സജി ജോസഫ് പത്രിക പിൻവലിച്ചത്. ആലപ്പുഴയിലെ ചിത്രം എങ്ങനെയാണിപ്പോൾ? മഹേഷ് പറഞ്ഞതുപോലെ തന്നെ, അതായത് കുട്ടനാട്ടിലെ സജി ജോസഫ് UDF-ന്റെ വിമത സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശ പത്രിക നൽകിയ സജി ജോസഫ് പത്രിക പിൻവലിച്ചത് UDF-നെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം അദ്ദേഹം മത്സരിക്കുന്നതിലൂടെ വോട്ട് സ്പ്ലിറ്റായി പോകുമോ എന്നുള്ളൊരു ഭയം UDF-നകത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ UDF-ന്റെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ മുൻ DCC-യുടെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം ഇത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് UDF-നെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ്. അതായത് സംസ്ഥാന നേതൃത്വത്തിന്റെയും ദേശീയ നേതൃത്വത്തിന്റെയും ഇടപെടൽ മൂലമാണ് താൻ പത്രിക പിൻവലിച്ചത് എന്നാണ് സജി ജോസഫ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. മാത്രം അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് ഈ കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രധാനമായും നാമനിർദ്ദേശ പത്രിക നൽകിയത്. കുട്ടനാട് മത്സരിക്കാൻ തീരുമാനിച്ച് നാമനിർദ്ദേശ പത്രിക നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് അല്പസമയം മുമ്പാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് UDF സർക്കാർ വരേണ്ടത് ആവശ്യമാണ്. UDF സർക്കാർ വരുന്നതോടുകൂടി കുട്ടനാട്ടിലെ ജനങ്ങൾക്കുള്ള ആശ്വാസമുണ്ടാകും. അത് തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൂടി തന്നെയാണ് താൻ ഈ പത്രിക പിൻവലിക്കുന്നത് എന്നാണ് സജി ജോസഫ് നേരത്തെ നമ്മളോട് തന്നെ വ്യക്തമാക്കിയത്. അത് UDF-നെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായമാണ്. 10 സ്ഥാനാർത്ഥികളാണ് കുട്ടനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സ്ക്രൂട്ടിനിക്ക് ശേഷം, അതായത് വിശദ പരിശോധനയ്ക്ക് ശേഷം 10 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായത്. ഇപ്പോൾ UDF വിമത സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതുകൂടി അത് 9 സ്ഥാനാർത്ഥിയായി ചുരുങ്ങും. അങ്ങനെ 9 സ്ഥാനാർത്ഥികളാണ് കുട്ടനാട്ടിൽ മത്സരിക്കുന്നത്. മാത്രമല്ല, അമ്പലപ്പുഴ എടുത്തു നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് A ക്ലാസ് മണ്ഡലമായി മാറുന്നു. അതായത് അമ്പലപ്പുഴയിൽ UDF-ന്റെ പിന്തുണയോടെ സ്വന്തം സ്ഥാനാർത്ഥിയായി G സുധാകരൻ മത്സരിക്കുന്നു. തൊട്ടു പിന്നാലെ സിറ്റിംഗ് MLA H സലാമാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. G സുധാകരന് തെങ്ങിൻതോപ്പാണ് ചിഹ്നമായി അനുവദിച്ചിരിക്കുന്നത്. വലിയൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഏതായാലും LDF വളരെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. കാരണം 4 തവണയാണ് G സുധാകരൻ അവിടെ LDF-ന്റെ മന്ത്രി മത്സരിച്ച് MLA ആയി വരുന്നത്, ഒരു 2 തവണ മന്ത്രിയുമായി. അങ്ങനെ LDF വളരെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. എങ്കിലും അദ്ദേഹം ഇപ്പോൾ UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ LDF-ന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഫൈസൽ, ഒറ്റപ്പാലത്ത് PK ശശി CPM-നോട് പിണങ്ങിപ്പോന്ന PK ശശിക്കും അവിടെ അദ്ദേഹത്തിനും തെങ്ങിൻതോപ്പായിരുന്നു. ഇപ്പോൾ അമ്പലപ്പുഴയിൽ G സുധാകരനും തെങ്ങിൻതോപ്പാണ്.